നമസ്കാരം, ഞാൻ മനോജ് നെടിയാകൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ ഷീറ്റിന് വിൽപ്പനക്കാർ കുറവാണ്. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 215 രൂപയിലും 5ാം ഗ്രേഡ് 211 രൂപയിലും വ്യാപാരം നടന്നു. അപ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളിലും ടാപ്പിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട്. എന്നാൽ സീസൺ ടാപ്പിംഗ് തുടരുന്നുമുണ്ട്. റബ്ബറിന് വില കൂടിയ സമയത്ത് ഇനിയും വില കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ ഷോർട്ടർ ടാപ്പിംഗ് എടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വളരെയേറെ ആശങ്കയിലാണ്. 2010-13 ആ വർഷങ്ങളിലായിരുന്നു റബ്ബറിന് ഏറ്റവും കൂടുതൽ വില കൂടിക്കിടന്നത്. 250 മുകളിലുണ്ടായിരുന്നു. അന്നത്തെ വില കർഷകർക്ക് എന്തുകൊണ്ടും നേട്ടം തന്നെയായിരുന്നു. അന്ന് സാധനത്തിനൊക്കെ വില കുറവായിരുന്നു. അന്ന് 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 69 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ 10 രൂപയ്ക്ക് മീൻ കിട്ടുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ 500 രൂപയും കൊണ്ട് പോയാൽ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മുടെ റബ്ബറിന് 1 കിലോയ്ക്കൊക്കെ 1000 രൂപയ്ക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ആ പഴയ നിലവാരം കൊണ്ട്, ആ വില നിലവാരം കൊണ്ട് നമുക്ക് നേട്ടമുള്ളൂ. ഇപ്പോൾ വില കൂടിയ സമയത്ത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാം, ഇനിയിപ്പോൾ റബ്ബർ ഉള്ളവർക്ക് നേട്ടമായി, വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ റബ്ബർ ഉണ്ടെങ്കിൽ ജീവിക്കാൻ വേറെ മാർഗ്ഗം നോക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ സ്വർണ്ണത്തിന് വില കൂടുന്നത് കണ്ട് ആരും ഒന്നും മിണ്ടുന്നുമില്ല. റബ്ബറിനെ പോലെ തന്നെ നാളികേരത്തിന് വൻ തിരിച്ചടി. വെളിച്ചെണ്ണ, കൊപ്ര വില കുത്തനെ താഴോട്ട്. കർഷകർ ആശങ്കയിൽ. നാളികേര കർഷകരെ മുൾമുനയിൽ നിർത്തി കൊപ്രയും വെളിച്ചെണ്ണയും താഴ്ന്ന തലത്തിലേക്ക് നീങ്ങുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വിളവെടുപ്പ് പുരോഗമിക്കുന്ന വേളയിൽ വില ഇടിവ് കാർഷിക മേഖലയ്ക്ക് കനത്ത ആഘാതമാവും. ഈ വാരം വെളിച്ചെണ്ണയ്ക്ക് ഇതിനകം 1700 രൂപയും കൊപ്രയ്ക്ക് 1300 രൂപയും ഇടിഞ്ഞു. വൻകിട വ്യവസായികൾ ഗ്രാമീണ മേഖലകളിൽ പച്ചത്തേങ്ങയ്ക്ക് കൃത്യമായ വില സൂചിപ്പിക്കാതെ ചരക്ക് കൈക്കലാക്കുന്നതായി ഉൽപ്പാദകരിൽ നിന്നും ആക്ഷേപം ഉയരുന്നു. കൊച്ചിയിൽ എണ്ണയ്ക്കും കൊപ്രയ്ക്കും ഇന്ന് 300 രൂപ വീതം ഇടിഞ്ഞു. തമിഴ്നാട്ടിൽ 2 ദിവസം കൊണ്ട് കൊപ്രയ്ക്ക് 1000 രൂപയാണ് കുറഞ്ഞത്. അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് സംഭരണം കുറച്ചത് കണ്ട് കർഷകരും മധ്യവർത്തികളും ചരക്ക് വിൽപ്പന നിയന്ത്രിച്ചു. വില ഇടിക്കാനുള്ള ഉത്തരേന്ത്യൻ ലോബികളുടെ നീക്കങ്ങൾക്ക് തടയിട്ടാൽ വിപണി ചൂടുപിടിക്കുമെന്ന കണക്കുകൂട്ടലാണ് കാർഷിക മേഖല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് കിലോ 694 രൂപയിൽ വിപണനം നടന്നു. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.